ശ്രീകാന്ത്, എന്താണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം? വേണു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഒരു പുതിയ അപ്പീൽ വരികയാണ്. അതായത് രഞ്ജിനി എന്ന സിനിമാ താരമാണ് അപ്പീൽ നൽകുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ ചില താൻ നൽകിയ മൊഴി ഈ റിപ്പോർട്ടിനുള്ളിലുണ്ട്, അത് പരസ്യപ്പെടുത്തരുത്. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് ഉന്നയിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് വരികയാണ്. പക്ഷേ ഒരു ഇടക്കാല സ്റ്റേ കോടതി അനുവദിച്ചില്ല. നേരെ മറിച്ച് കോടതി പറഞ്ഞത് അത് നമ്പർ ചെയ്ത് തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് വരട്ടെ എന്നുള്ളതാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സർക്കാരിന് മുന്നിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമപരമായ ഒരു തടസ്സവുമില്ല. സ്വാഭാവികമായും റിപ്പോർട്ട് പുറത്തുവിടാം, അതിന് നിയമത്തിൻ്റെതായ തടസ്സമില്ല എന്ന നിയമോപദേശമാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഇങ്ങനെയൊരു ഹർജി കൂടി ഹൈക്കോടതിയിൽ വന്ന സ്ഥിതിക്ക്, അതും ഒരു സ്ത്രീ, ആ കേസുമായി ആ കമ്മിറ്റിയുമായി സഹകരിച്ച ഒരു സ്ത്രീ മൊഴി നൽകിയ ആൾ എന്ന നിലയിൽ അവരൊരു ഹർജി നൽകുമ്പോൾ തിടുക്കം വേണ്ട, അത് ഹൈക്കോടതി പരിഗണിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ ഒരു തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി അതിന് പിന്നിൽ ഉണ്ടാകാം എന്ന് കരുതുകയും ചെയ്യുന്നു. തിങ്കളാഴ്ച ഈ ഹർജി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് ഹൈക്കോടതി പരിഗണിക്കും. അത് തള്ളുകയാണെങ്കിൽ സർക്കാരിന് അന്ന് തന്നെ വേണമെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാനും സാധിക്കും. ഒരു കാര്യം, നിയമപരമായി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ഒരു തരത്തിലുള്ള വിവാദങ്ങളും വേണ്ട ഈ വിഷയത്തിൽ എന്നൊരു പക്ഷേ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാകണം. നയപരമായ ഒരു തീരുമാനം അങ്ങ് എടുത്തിട്ടുണ്ടാകാം. ഒരു പക്ഷേ തൽക്കാലം തിങ്കളാഴ്ച വരെ 2 ദിവസം കൂടിയേ ഉള്ളൂ, അതുകൂടി കാത്തിരുന്നാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാത്തത് എന്ന് അനുമാനിക്കാം. നിയമപ്രശ്നങ്ങൾ ഇതിലില്ല. ശ്രീകാന്ത്, ഈ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കൂടാതെ സർക്കാരിനൊരു അപേക്ഷയും നടി നൽകുകയുണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണമെന്ന്. അതുകൂടി പരിഗണിച്ചിട്ടുണ്ടാകില്ലേ? ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. സ്വാഭാവികമായും 7 ദിവസം ഇത് പുറത്തുവിടുന്നതിന് ഹൈക്കോടതി സർക്കാരിന് അനുവദിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ സ്വാഭാവികമായ സമയം സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇങ്ങനെയൊരു പരാതി സർക്കാരിന് കിട്ടുകയും അതോടൊപ്പം തന്നെ കോടതിയിലേക്ക് ഒരു അപ്പീൽ വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ഒരു വിവാദ വിഷയത്തിൽ വീണ്ടും ഒരു തിടുക്കപ്പെട്ട ഒരു തീരുമാനം വേണ്ട എന്ന് സർക്കാർ എടുത്തത്. അതൊരു പക്വമായ തീരുമാനം എന്ന രീതിയിലായിരിക്കും സർക്കാർ കാണുകയും ചെയ്തത്. നിയമോപദേശം സർക്കാരിന് അനുകൂലമാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. നിയമപ്രശ്നങ്ങൾ അതിലില്ല. കാരണം സ്റ്റേ അനുവദിച്ചിട്ടില്ല. ആ ഹർജി നിലനിൽക്കുമോ എന്ന് മാത്രമാണ് തിങ്കളാഴ്ച കോടതി പരിശോധിക്കാൻ പോകുന്നത്. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടുന്നത് സുഖകരമായി ഇടപെടാൻ സാധിക്കും. പക്ഷേ തൽക്കാലം വിവാദങ്ങളിലേക്ക് പോകേണ്ട, തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം, കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, എസ് ശ്രീകാന്തും സലിം മാലിക്കുമാണ് വിവരങ്ങൾ നൽകിയത്.